എന്താണ് ബി ജെ പിയുടെ ഈ പട്ടിക കണ്ടപ്പോൾ തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം? ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉത്തരേന്ത്യയിലാണല്ലോ, കേരളത്തിലല്ലല്ലോ എന്ന് പറയുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൊതുവെ ആശ്വസിച്ച് നിന്നത്. പക്ഷേ നോക്കിയാൽ അറിയാം, 2 മാസം മുമ്പ് ബി ജെ പിയിലേക്ക് വന്ന ധർമ്മടത്ത് പിണറായി വിജയന് 2021 തെരഞ്ഞെടുപ്പിൽ നേരിട്ട കോൺഗ്രസ് നേതാവ്, അന്നത്തെ UDF സ്ഥാനാർത്ഥി 2 മാസം കൊണ്ട് ബി ജെ പിയുടെ ദേശീയ കൗൺസിലിൽ വരുന്നു, അവിടെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുന്നു. 1 വർഷം പോലും ആയിട്ടില്ല AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഈ 2 സുപ്രധാനമായ സ്ഥാനാർത്ഥിത്വം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് പോലെ തന്നെ കോൺഗ്രസ്സുകാരെ കൂടുതലായി ആകർഷിക്കുക, അങ്ങനെ അവർക്ക് കൂടുതൽ പവർ നൽകുക, സീറ്റ് നൽകുക എന്ന് പറയുന്ന ഒരു ശൈലി കേരളത്തിലും നടപ്പാക്കാൻ, കോൺഗ്രസിനെ ആകർഷിക്കാൻ ബി ജെ പി ഒരുങ്ങിയതിൻ്റെ ഒരു ലക്ഷണം. അതെ, അവര് പറയുന്നുണ്ടല്ലോ, എല്ലാം എനിക്ക് തന്നു എന്ന് പറയുന്നുണ്ട്. എന്താ പറയാ, എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ഇലക്ഷന് തോറ്റപ്പോ തന്നെ എനിക്കറിയായിരുന്നു എന്നെ ആരാ തോൽപ്പിച്ചെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ മനസ്സും അടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ അച്ഛന്റെ പേരിലുള്ള മന്ദിരം പണിത് തരാന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മാത്രം കാത്ത ഒരാളാണ് ഞാൻ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്താ പറയാ, അച്ഛനെ വിഷമിച്ച ആൾക്കാര് ഇപ്പൊ അച്ഛന്റെ ആത്മാവിനെ പറഞ്ഞിട്ട് എന്താ കാര്യം?